വിദേശ ജോലി തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പുലർത്തണമെന്ന് സംസ്ഥാന യുവജന കമ്മീഷന്റെ മുന്നറിയിപ്പ്. സ്ഥാപനങ്ങളുടെ വിശ്വാസ്യത പരിശോധിച്ച് മാത്രം സാമ്പത്തിക ഇടപാടുകൾ നടത്തണമെന്നും കമ്മീഷൻ ചെയർമാൻ എം ഷാജർ പറഞ്ഞു. കണ്ണൂരിൽ നടന്ന യുവജന കമ്മീഷൻ അദാലത്തിൽ 14 പരാതികൾ പരിഹരിച്ചു. വിദേശ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടുന്ന സംഘങ്ങൾ സജീവമാണെന്ന് സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർമാൻ എം ഷാജർ പറഞ്ഞു. തൊഴിലിനും പഠനത്തിനുമായി യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള യുവാക്കളുടെ കുടിയേറ്റം മുതലാക്കാൻ നിരവധി വ്യാജ സ്ഥാപനങ്ങൾ വരുന്നുണ്ട്. സംസ്ഥാന വ്യാപകമായി നിരവധി പരാതികളാണ് കമ്മീഷന് ലഭിക്കുന്നത്. കൃത്യമായ രേഖകൾ ഇല്ലാതെയാണ് പലരും ലക്ഷക്കണക്കിന് രൂപ കൈമാറുന്നത്. ഇത് കുറ്റക്കാർക്ക് രക്ഷപ്പെടാനുള്ള അവസരമൊരുക്കുന്നു. സ്ഥാപനങ്ങളുടെ വിശ്വാസ്യത പരിശോധിച്ച് മാത്രം സാമ്പത്തിക ഇടപാടുകൾ നടത്താൻ രക്ഷിതാക്കളും തൊഴിലന്വേഷകരും ജാഗ്രത പുലർത്തണമെന്നും എം ഷാജിർ പറഞ്ഞു. യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള ഒരു കുടിയേറ്റത്തോടുള്ള താല്പര്യം നമ്മുടെ ചെറുപ്പക്കാർക്ക് അല്പം വർദ്ധിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തെ മുതലെടുത്തുകൊണ്ട് പ്രത്യേകിച്ചും ഈ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള യാത്രയ്ക്ക് 20 ലക്ഷവും 25 ലക്ഷം രൂപയൊക്കെയാണ് പൊതുവെ ചില ഏജൻസികൾ വാങ്ങിക്കുന്നത്. അപ്പോൾ ഇത്തരം സാഹചര്യത്തെ ഉപയോഗപ്പെടുത്തി അതോടൊപ്പം തന്നെ ജപ്പാൻ, മാൾട്ട പോലുള്ള ചില രാജ്യങ്ങളിലേക്ക് തൊഴിൽ അവസരമുണ്ടെന്ന ചില പരസ്യപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ 10,000-കണക്കിന് ഈ തൊഴിലന്വേഷകരോട് പണം വാങ്ങിക്കുകയും പിന്നീട് അവർക്കൊന്നും തൊഴിൽ നൽകാതിരിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം നമ്മുടെ എല്ലാം മുമ്പിൽ ചില പരാതികളായി വർദ്ധിച്ചു വരികയാണ്. ലക്ഷക്കണക്കിന് രൂപ ലോണെടുത്തും മറ്റും ചില ഏജൻസികളെ ഏൽപ്പിക്കുകയും ഒടുവിൽ ജോലി നൽകാമെന്ന് പറഞ്ഞ് പണം വാങ്ങിച്ച ശേഷം അതിനകത്ത് ഒരു തരത്തിലുമുള്ള മറുപടിയുമില്ലാത്ത അവസ്ഥയിലേക്ക് ചില കാഴ്ചകൾ നമുക്ക് മുമ്പിൽ വരികയാണ്. ഈ സാഹചര്യത്തിൽ യുവജന കമ്മീഷൻ സംസ്ഥാനത്തെ യുവജനങ്ങളോടും രക്ഷിതാക്കളോടും വിദ്യാർത്ഥികളോടും പൊതുസമൂഹത്തോടും അഭ്യർത്ഥിക്കാനുള്ളത്, നമ്മൾ ചെല്ലുന്ന സ്ഥാപനത്തിൻ്റെ വിശ്വാസ്യത സംബന്ധിച്ചും ഏത് ഏജൻസി മുഖാന്തരമാണ് പോകുന്നതെങ്കിൽ ആ ഏജൻസിക്ക് ഒരു പണം നൽകുമ്പോൾ ആ നൽകുന്ന പണം ഒരു അക്കൗണ്ട് മുഖാന്തരങ്ങൾ നൽകി അതിന്റെ വിശ്വാസ്യതയെങ്കിലും നോക്കാൻ നമ്മൾ തയ്യാറാകണം. കണ്ണൂർ കലക്ടറേറ്റ് ഓഡിറ്റോറിയത്തിൽ കമ്മീഷൻ അദാലത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ അദാലത്തിൽ 26 പരാതികൾ പരിഗണിച്ചു. 14 പരാതികൾ തത്സമയം പരിഹരിച്ചു. 12 പരാതികൾ അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റിവെച്ചു. പുതിയതായി 8 പരാതികളാണ് ലഭിച്ചത്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തൽ, ഗാർഹിക പീഡനം, സൈബർ തട്ടിപ്പ്, സ്കൂൾ നിയമനം, സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഫീസ് തിരികെ ലഭിക്കുന്നത്, PSC തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട പരാതികളാണ് കമ്മീഷൻ പരിഗണിച്ചത്. കൈരളി ന്യൂസ്, കണ്ണൂർ.